നമസ്കാരം. പ്രൈം PSCയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2025 ജൂൺ മാസം 21 മുതൽ 30 വരെയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ആദ്യത്തെ ചോദ്യം, സംസ്ഥാന സർക്കാരിന്റെ സ്വദേശാഭിമാനി കേസരി പുരസ്കാരം 2023 ലഭിച്ചത് N അശോകൻ. സംസ്ഥാന സർക്കാരിന്റെ സ്വദേശാഭിമാനി കേസരി പുരസ്കാരം 2023 ജേതാവാരാണ്? N അശോകനാണ്. 2022 ജേതാവ് ഏഴാച്ചേരി രാമചന്ദ്രനും 2021 സ്വദേശാഭിമാനി കേസരി പുരസ്കാര ജേതാവ് KG പരമേശ്വരൻ നായരുമാണ്. മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനകൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് സ്വദേശാഭിമാനി കേസരി പുരസ്കാരം. 1 ലക്ഷം രൂപയും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. അപ്പോൾ 2023 സംസ്ഥാന സർക്കാരിന്റെ സ്വദേശാഭിമാനി കേസരി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? N അശോകനാണ്. 2022 സ്വദേശാഭിമാനി കേസരി പുരസ്കാര ജേതാവ് ഏഴാച്ചേരി രാമചന്ദ്രനും 2021 ജേതാവ് KG പരമേശ്വരൻ നായരുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ആൻഡ്രോയിഡ് അധിഷ്ഠിത വോട്ടിംഗ് സംവിധാനം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ബീഹാർ. രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ആൻഡ്രോയിഡ് അധിഷ്ഠിത വോട്ടിംഗ് സംവിധാനം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? ബീഹാർ. അടുത്ത ക്വസ്റ്റ്യൻ, മെറ്റ ഇന്ത്യ മേധാവിയായി ചുമതലയേൽക്കുന്ന വ്യക്തിയാണ് അരുൺ ശ്രീനിവാസ്. മെറ്റയുടെ ഇന്ത്യ മേധാവിയായി ചുമതലയേൽക്കുന്ന ആരാണ്? അരുൺ ശ്രീനിവാസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 വനിതാ ഏകദിന ലോകകപ്പിന്റെ വേദി ഇന്ത്യയും ശ്രീലങ്കയുമാണ്. 2025 വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിന്റെ വേദി എവിടെയാണ്? ഇന്ത്യയും ശ്രീലങ്കയുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഏകലോകത്തിനും ആരോഗ്യത്തിനും യോഗ എന്നാണ്. അപ്പോൾ 2025 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയമാണ് ഏകലോകത്തിനും ആരോഗ്യത്തിനും യോഗ എന്നത്. എന്നാണ് അന്താരാഷ്ട്ര യോഗാ ദിനമായിട്ട് ആചരിക്കുന്നത്? ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായിട്ട് ആചരിക്കുന്നത്. 2025 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ വേദി എവിടെയായിരുന്നു? വിശാഖപട്ടണമാണ് 2025 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ വേദി. അപ്പോൾ 2025 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഏകലോകത്തിനും ആരോഗ്യത്തിനും യോഗ എന്നാണ്. വേദി ചോദിച്ചാൽ വിശാഖപട്ടണമാണ് വേദി. അടുത്ത ക്വസ്റ്റ്യൻ, മോട്ടോർ വാഹന സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് IT അധിഷ്ഠിതമായി രൂപകൽപ്പന ചെയ്ത സോഫ്റ്റ്വെയർ ആണ് വാഹൻ. മോട്ടോർ വാഹന സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് IT അധിഷ്ഠിതമായി രൂപകൽപ്പന ചെയ്ത സോഫ്റ്റ്വെയറിന്റെ പേരാണ് വാഹൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്കൂൾ വിദ്യാഭ്യാസ നിലവാര ഗ്രേഡിംഗ് പട്ടികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് ചണ്ഡീഗഡ്. സ്കൂൾ വിദ്യാഭ്യാസ നിലവാര ഗ്രേഡിംഗ് പട്ടികയിൽ ഒന്നാമതേതാണ്? ചണ്ഡീഗഡ്. കേരളത്തിന്റെ സ്ഥാനം ചോദിച്ചാൽ 2ാം സ്ഥാനം. കേരളത്തിന് 2ാം സ്ഥാനമാണ് ഉള്ളത്. അപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസ നിലവാര ഗ്രേഡിംഗ് പട്ടികയിൽ ഒന്നാമത് ചണ്ഡീഗഡും 2ാം സ്ഥാനം ചോദിച്ചാൽ ഏതാണ്? കേരളത്തിനാണ് 2ാം സ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, മാരക രോഗങ്ങൾക്ക് ദയാവധം നിയമവിധേയമാക്കിയ രാജ്യമാണ് UK. മാരക രോഗങ്ങൾക്ക് ദയാവധം നിയമവിധേയമാക്കിയ രാജ്യം ചോദിച്ചാൽ ഏതാണ്? UK. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ ഹൈഡ്രജൻ ഇന്ധന സെൽ ബസുകൾ പുറത്തിറക്കിയത് എവിടെയാണ്? ലഡാക്കിലെ ലേയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ ഹൈഡ്രജൻ ഇന്ധന സെൽ ബസുകൾ പുറത്തിറക്കിയത് ലഡാക്കിലെ ലേയിൽ നിന്നുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ അന്തരിച്ച വനം വന്യജീവി സംരക്ഷണ പ്രവർത്തകനും മറാഠി എഴുത്തുകാരനുമായ വ്യക്തിയാണ് മാരുതി ചിദംപള്ളി. അടുത്തിടെ അന്തരിച്ച വനം വന്യജീവി സംരക്ഷണ പ്രവർത്തകനും മറാഠി എഴുത്തുകാരനുമായ വ്യക്തിയാണ് മാരുതി ചിദംപള്ളി. വനമുനി എന്ന് ആണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പോൾ അടുത്തിടെ അന്തരിച്ച വനം വന്യജീവി സംരക്ഷക പ്രവർത്തകനും മറാഠി എഴുത്തുകാരനുമായ വ്യക്തിയാണ് മാരുതി ചിദംപള്ളി. വനമുനി എന്നാണ് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ലോക പുരുഷ
ഹോക്കി ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് തമിഴ്നാട്. 2025 ലോക പുരുഷ ഹോക്കി ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് എവിടെയാണ്? തമിഴ്നാട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിന്റെ പേരാണ് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക US നടത്തിയ ആക്രമണമാണ് ഇത് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ. അടുത്ത ക്വസ്റ്റ്യൻ, ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ രാജ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ മൂന്നാമത് സംസ്ഥാനമായി മാറിയത് ഏതാണ്? ത്രിപുര. ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ രാജ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ മൂന്നാമത്തെ സംസ്ഥാനമായി മാറിയ സംസ്ഥാനമാണ് ത്രിപുര. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഒന്നാമത്തെ സംസ്ഥാനം ഏതായിരുന്നു? മിസോറാം ആയിരുന്നു ഒന്നാമത്തെ സംസ്ഥാനം. രണ്ടാമത്തെ സംസ്ഥാനം ഗോവ സംസ്ഥാനമായിരുന്നു. എന്താണ് ഉല്ലാസ് പദ്ധതി എന്ന് വെച്ചാൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 15 വയസ്സും അതിൽ കൂടുതലും പ്രായമുള്ള നിരക്ഷരായ വ്യക്തികളെ സാക്ഷരരാക്കുന്നതിനുള്ള പദ്ധതിയാണ് ഉല്ലാസ് പദ്ധതി. അണ്ടർസ്റ്റാൻഡിംഗ് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ഓൾ ഇൻ സൊസൈറ്റി എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. അപ്പൊ ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഒന്നാമത്തെ സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? മിസോറാമും. രണ്ടാമത്തെ സംസ്ഥാനം ഗോവയും. ഇപ്പോൾ മൂന്നാമത്തെ സംസ്ഥാനമായി മാറിയത് ഏതാണ്? ത്രിപുരയുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലങ്ങളുടെ താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഉത്തർപ്രദേശിലെ സ്ഥലമാണ് സൽഖാൻ ഫോസിൽ പാർക്ക്. അപ്പൊ യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലങ്ങളുടെ താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെട്ട ഉത്തർപ്രദേശിലെ സ്ഥലമാണ് സൽഖാൻ ഫോസിൽ പാർക്ക്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഫോസിലുകളിൽ ഒന്നാണ് ഇത് സൽഖാൻ ഫോസിൽ പാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലങ്ങളുടെ താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഉത്തർപ്രദേശിലെ സ്ഥലമാണ് സൽഖാൻ ഫോസിൽ പാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്തിടെ ഫ്രഞ്ച് ശാസ്ത്രജ്ഞർ കരീബിയൻ ദ്വീപായ ഗോഡെലൂപ്പിൽ യുവതിയിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പാണ് ഗോഡ നെഗറ്റീവ്. അടുത്തിടെ ഫ്രഞ്ച് ശാസ്ത്രജ്ഞർ കരീബിയൻ ദ്വീപായ ഗോഡെലൂപ്പിലെ യുവതിയിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പാണ് ഗോഡ നെഗറ്റീവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടിയന്തരാവസ്ഥ ഇരുട്ടിന്റെ നിലവിളികൾ എന്ന പുസ്തകം രചിച്ചതാരാണ്? PS ശ്രീധരൻ പിള്ള. ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ളയുടെ പുതിയ പുസ്തകമാണ് അടിയന്തരാവസ്ഥ ഇരുട്ടിന്റെ നിലവിളികൾ. അപ്പോൾ അടിയന്തരാവസ്ഥ ഇരുട്ടിന്റെ നിലവിളികൾ എന്ന പുസ്തകം രചിച്ചതാരാണ്? PS ശ്രീധരൻ പിള്ളയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2026 2020 ലോകകപ്പിന്റെ വേദി ഇന്ത്യയും ശ്രീലങ്കയുമാണ്. 2026 2020 ലോകകപ്പിന്റെ വേദി എവിടെയാണ്? ഇന്ത്യയും ശ്രീലങ്കയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദക്ഷിണാഫ്രിക്ക, ഇംഗ്ലണ്ട്, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ രാജ്യങ്ങളിൽ 150 ടെസ്റ്റ് വിക്കറ്റുകൾ തികയ്ക്കുന്ന ആദ്യ ഏഷ്യൻ ബൗളർ ആയി മാറിയത് ആരാണ്? ജസ്പ്രീത് ബുംറ. ദക്ഷിണാഫ്രിക്ക, ഇംഗ്ലണ്ട്, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ രാജ്യങ്ങളിൽ 150 ടെസ്റ്റ് വിക്കറ്റുകൾ തികയ്ക്കുന്ന ആദ്യ ഏഷ്യൻ ബൗളറാണ് ജസ്പ്രീത് ബുംറ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 തായ്ലൻഡിൽ നടന്ന ഏഷ്യൻ പാരാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം 27. 2025 തായ്ലൻഡിൽ വെച്ച് നടന്ന ഏഷ്യൻ പാരാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 27 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. 4 സ്വർണം, 10 വെള്ളി, 13 വെങ്കലം ഉൾപ്പെടെ 27 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. 4 സ്വർണം, 10 വെള്ളി, 13 വെങ്കലം എന്നിവ ഉൾപ്പെടെ 27 മെഡലുകളാണ് ഏഷ്യൻ പാരാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ നേടിയത്. അപ്പോൾ 2025 തായ്ലൻഡിൽ നടന്ന ഏഷ്യൻ പാരാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 27 ആണ്. 4 സ്വർണം, 10 വെള്ളി, 13 വെങ്കലം ഉൾപ്പെടെ ആകെ 27 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ഇന്റർനാഷണൽ ഒളിമ്പിക്സ് ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? ലെറ്റ്സ് മൂവ് ടുഗദർ ഫോർ മോർ മോട്ടിവേഷൻ, കമ്മ്യൂണിറ്റി ആൻഡ് ജോയ്. ലെറ്റ്സ് മൂവ് ടുഗദർ മോർ മോട്ടിവേഷൻ, കമ്മ്യൂണിറ്റി ആൻഡ് ജോയ് എന്നാണ്. എന്നാണ്
ഇന്റർനാഷണൽ ഒളിമ്പിക്സ് ദിനമായിട്ട് ആചരിക്കുന്നത്? ജൂൺ 23-നാണ് ഇന്റർനാഷണൽ ഒളിമ്പിക്സ് ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ 2025 ഇന്റർനാഷണൽ ഒളിമ്പിക് ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? ലെറ്റ്സ് മൂവ് ടുഗദർ ഫോർ മോർ മോട്ടിവേഷൻ, കമ്മ്യൂണിറ്റി ആൻഡ് ജോയ്. വടക്കുകിഴക്കൻ മേഖലയിൽ റെയിൽവേ ശൃംഖല വഴി ബന്ധിപ്പിക്കുന്ന നാലാമത്തെ തലസ്ഥാന നഗരം ചോദിച്ചാൽ ഏതാണ്? ഐസ്വാള്. വടക്കുകിഴക്കൻ മേഖലയിൽ റെയിൽവേ ശൃംഖല വഴി ബന്ധിപ്പിക്കുന്ന നാലാമത്തെ തലസ്ഥാന നഗരമാണ് ഐസ്വാള്. മിസോറാമിന്റെ തലസ്ഥാനമാണ് ഐസ്വാള്. മിസോറാമിന്റെ തലസ്ഥാനമാണ് ഐസ്വാള്. അതേപോലെ ബൈരാബി സൈരംഗ് പദ്ധതി, ബൈരാബി സൈരംഗ് റെയിൽവേ പദ്ധതി, ബൈരാബി സൈരംഗ് റെയിൽവേ പദ്ധതി വഴിയാണ് ഇവിടെ റെയിൽവേ വന്നത്. ബൈരാബി സൈരംഗ് റെയിൽവേ പദ്ധതി. അപ്പോൾ വടക്ക് കിഴക്കൻ മേഖലയിൽ റെയിൽവേ ശൃംഖല വഴി ബന്ധിപ്പിക്കുന്ന നാലാമത്തെ തലസ്ഥാന നഗരം ചോദിച്ചാൽ ഏതാണ്? ഐസ്വാള്. മിസോറാമിന്റെ തലസ്ഥാനമാണ് ഐസ്വാള്. റെയിൽവേ പദ്ധതിയുടെ പേരാണ് ബൈരാബി സൈരംഗ് റെയിൽവേ പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ഓഫ് ഗ്രിഡ് 5 മെഗാവാട്ട് ഗ്രീൻ ഹൈഡ്രജൻ പൈലറ്റ് പ്ലാന്റ് കമ്മീഷൻ ചെയ്തത് എവിടെയാണ്? ഗുജറാത്തിലെ കച്ചിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓഫ് ഗ്രിഡ് 5 മെഗാവാട്ട് ഗ്രീൻ ഹൈഡ്രജൻ പൈലറ്റ് പ്ലാന്റ് കമ്മീഷൻ ചെയ്തത് ഗുജറാത്തിലെ കച്ചിൽ. അടുത്ത ക്വസ്റ്റ്യൻ, 2029 വിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന ടൈറ്റൻ സ്പേസിന്റെ അസ്കാൻ പ്രോഗ്രാമിലേക്കുള്ള ബഹിരാകാശ യാത്രികയായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരിയാണ് ജാൻവി ദംഗട്ടി. ആന്ധ്രാപ്രദേശ് സ്വദേശിനിയാണ്. 2029 വിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന ടൈറ്റൻ സ്പേസിന്റെ അസ്കാൻ പ്രോഗ്രാമിലേക്കുള്ള ബഹിരാകാശ യാത്രികയായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരിയാണ് ജാൻവി ദംഗട്ടി. ആന്ധ്രാപ്രദേശ് ആണ് ജാൻവി ദംഗട്ടിയുടെ ജന്മദേശം. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യത്തെ പുകയില ഉപയോക്താക്കളിൽ ഗണ്യമായ മാറ്റം പുകയില നിർത്തൽ സമീപനങ്ങൾക്ക് മുൻഗണന നൽകിയതിന് 2025 ആഗോള പുകയില നിയന്ത്രണത്തിനുള്ള ബ്ലൂംബർഗ് ഫിലാന്ത്രോപ്പിസ് അവാർഡുകളിൽ ഉൾപ്പെട്ട 6 രാജ്യങ്ങളാണ് മൗറീഷ്യസ്, മെക്സിക്കോ, മോണ്ടിനെഗ്രോ, ഫിലിപ്പീൻസ്, ഇന്ത്യ, ഉക്രൈൻ. അപ്പോൾ രാജ്യത്തെ പുകയില ഉപയോക്താക്കളിൽ ഗണ്യമായ മാറ്റം പുകയില നിർത്തൽ സമീപനങ്ങൾക്ക് മുൻഗണന നൽകിയതിന് 2025 ആഗോള പുകയില നിയന്ത്രണത്തിനുള്ള ബ്ലൂംബർഗ് ഫിലാന്ത്രോപ്പിസ് അവാർഡുകളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ചോദിച്ചാൽ മൗറീഷ്യസ്, മെക്സിക്കോ, മോണ്ടിനെഗ്രോ, ഫിലിപ്പീൻസ്, ഇന്ത്യ, ഉക്രൈൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന്റെ 51 പ്രസംഗങ്ങളുടെ ശേഖര പുസ്തകമാണ് വിങ്സ് ടു ഓർ ഹോപ്സ്. ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന്റെ 51 പ്രസംഗങ്ങളുടെ ശേഖര പുസ്തകമാണ് വിങ്സ് ടു ഓർ ഹോപ്സ്. ഇതിന്റെ ഹിന്ദി പതിപ്പാണ് അശോൺ കി ഉഡാൻ. ഇതിന്റെ ഹിന്ദി പതിപ്പാണ് അശോൺ കി ഉഡാൻ. അപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന്റെ 51 പ്രസംഗങ്ങളുടെ ശേഖര പുസ്തകമാണ് വിങ്സ് ടു ഓർ ഹോപ്സ്. ഇതിന്റെ ഹിന്ദി പതിപ്പാണ് ആശോൺ കി ഉഡാൻ. അടുത്ത ക്വസ്റ്റ്യൻ, അനിമേഷൻ രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ആൻസി ക്രിസ്റ്റൽ അവാർഡ് നേടിയ മലയാളിയാണ് സുരേഷ് ഏറിയാട്ട്. ആനിമേഷൻ രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന പുരസ്കാരമാണ് ആൻസി ക്രിസ്റ്റൽ അവാർഡ്. അപ്പോൾ ആനിമേഷൻ രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ആൻസി ക്രിസ്റ്റൽ അവാർഡ് നേടിയ മലയാളിയാണ് സുരേഷ് ഏറിയാട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, യാത്രക്കാരെ വഹിച്ച് വിജയകരമായി പറന്ന ലോകത്തിലെ ആദ്യത്തെ വൈദ്യുത വിമാനമാണ് അലിയ CX-300. യാത്രക്കാരെ വഹിച്ച് വിജയകരമായി പറന്ന ലോകത്തിലെ ആദ്യത്തെ വൈദ്യുത വിമാനമാണ് അലിയ CX-300. അമേരിക്കയിലെ ഈസ്റ്റ് ഹാംപ്ടണിൽ നിന്നും ജോൺ എഫ് കെന്നഡി വിമാനത്താവളത്തിലേക്ക് 4 യാത്രക്കാരുമായിട്ടാണ് ഈ വിമാനം പറന്നത്. അപ്പോൾ യാത്രക്കാരെ വഹിച്ച് വിജയകരമായി പറന്ന ലോകത്തിലെ ആദ്യത്തെ വൈദ്യുത വിമാനം ചോദിച്ചാൽ ഏതാണ്? അലിയ CX-300. ഈ വിമാനം നിർമ്മിച്ച കമ്പനിയാണ് ബീറ്റ ടെക്നോളജീസ്. ബീറ്റ ടെക്നോളജീസ് എന്ന് പറയുന്ന കമ്പനിയാണ് വിമാനം നിർമ്മിച്ചത്. ഈസ്റ്റ് ഹാംപ്ടണിൽ നിന്നും ജോൺ എഫ് കെന്നഡി വിമാനത്താവളത്തിലേക്ക് 4
യാത്രക്കാരുമായിട്ടാണ് വിമാനം പറന്നത്. 150 കിലോമീറ്റർ 30 മിനിറ്റ് കൊണ്ടാണ് പറന്നത്. അപ്പോൾ യാത്രക്കാരെ വഹിച്ച് വിജയകരമായി പറന്ന ലോകത്തിലെ ആദ്യത്തെ വൈദ്യുത വിമാനം ചോദിച്ചാൽ ഏതാണ്? അലിയ CX-300. അടുത്ത ക്വസ്റ്റ്യൻ, അശരണരായ വിധവകളെ സംരക്ഷിക്കുന്ന ബന്ധുക്കൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം അനുവദിക്കുന്നതിന് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അഭയ കിരണം. അശരണരായ വിധവകളെ സംരക്ഷിക്കുന്ന ബന്ധുക്കൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം അനുവദിക്കുന്നതിന് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അഭയ കിരണം. അടുത്ത ക്വസ്റ്റ്യൻ, IOCയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിതയാണ് ക്രിസ്റ്റി കോവൻട്രി. IOCയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിതയാണ് ക്രിസ്റ്റി കോവൻട്രി. IOC ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിതയാണ് ക്രിസ്റ്റി കോവൻട്രി. അതേപോലെ ആദ്യത്തെ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ആദ്യത്തെ ആഫ്രിക്കൻ പ്രസിഡന്റ് ചോദിച്ചാലും ആരാണ്? ക്രിസ്റ്റി കോവൻട്രി ആണ്. ആദ്യ വനിത ചോദിച്ചാലും ക്രിസ്റ്റി കോവൻട്രി ആണ്. സിംബാബ്വെ നീന്തൽ താരമാണ് ക്രിസ്റ്റി കോവൻട്രി. അപ്പോൾ IOCയുടെ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിത ചോദിച്ചാലും ആദ്യ ആഫ്രിക്കൻ പ്രസിഡന്റ് ചോദിച്ചാലും ആരാണ്? ക്രിസ്റ്റി കോവൻട്രി ആണ്. സിംബാബ്വെ നീന്തൽ താരം, ഒളിമ്പിക് സ്വർണ്ണ മെഡൽ നീന്തൽ താരമാണ് ക്രിസ്റ്റി കോവൻട്രി. സിംബാബ്വെയാണ് ജന്മദേശം. അടുത്ത ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും പുതിയ സുസ്ഥിര വികസന റിപ്പോർട്ട് അനുസരിച്ച് 2025 സുസ്ഥിര വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 99. അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും പുതിയ സുസ്ഥിര വികസന റിപ്പോർട്ട് അനുസരിച്ച് 2025 സുസ്ഥിര വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 99. ഒന്നാം സ്ഥാനം ഏതിനാണ്? ഫിൻലാൻഡിനാണ് ഒന്നാം സ്ഥാനം. ഒന്നാം സ്ഥാനം ഫിൻലാൻഡ്, രണ്ടാം സ്ഥാനം സ്വീഡനും മൂന്നാം സ്ഥാനം ഡെൻമാർക്കിനുമാണ്. അപ്പൊ ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും പുതിയ സുസ്ഥിര വികസന റിപ്പോർട്ട് അനുസരിച്ച് 2025 സുസ്ഥിര വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 99. ഒന്നാം സ്ഥാനം ഫിൻലാൻഡ്, രണ്ടാം സ്ഥാനം സ്വീഡൻ, മൂന്നാം സ്ഥാനം ഡെൻമാർക്ക്. ഇന്ത്യയുടെ സ്ഥാനം 99. അടുത്ത ക്വസ്റ്റ്യൻ, 2025 നാറ്റോ ഉച്ചകോടിയുടെ വേദി നെതർലൻഡിലെ ഹേഗ് ആണ്. അപ്പോൾ 2025 നാറ്റോ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? നെതർലൻഡിലെ ഹേഗ് ആണ്. നാറ്റോയുടെ പ്രസിഡന്റ് ആരാണ്? മാർക്ക് റൂട്ടെയാണ് നാറ്റോയുടെ പ്രസിഡന്റ്. അപ്പോൾ 2025 നാറ്റോ ഉച്ചകോടിയുടെ വേദി ചോദിച്ചാൽ എവിടെയാണ്? നെതർലൻഡിലെ ഹേഗ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, അന്തർവാഹിനി സഹകരണ മേഖലയിൽ ഇന്ത്യയുമായി കരാർ ഒപ്പുവെച്ച രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. അന്തർവാഹിനി സഹകരണ മേഖലയിൽ ഇന്ത്യയുമായി കരാർ ഒപ്പുവെച്ച രാജ്യം ചോദിച്ചാൽ ഏതാണ്? ദക്ഷിണാഫ്രിക്ക. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ ട്രസ്റ്റ് നിയമത്തിൽ ഉൾപ്പെട്ട ഓട്ടിസം, സെറിബ്രൽ പാൾസി, ഭൗതിക വെല്ലുവിളി, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി എന്നീ 4 ഭിന്നശേഷി വിഭാഗങ്ങൾക്കുള്ള സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ. നാഷണൽ ട്രസ്റ്റ് നിയമത്തിൽ ഉൾപ്പെട്ട ഓട്ടിസം, സെറിബ്രൽ പാൾസി, ഭൗതിക വെല്ലുവിളി, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി എന്നീ 4 ഭിന്നശേഷി വിഭാഗങ്ങൾക്കുള്ള സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ കൺസർവേഷൻ കോൺഫറൻസ് ICCON 2025 വേദി ഡെറാഡൂണിലെ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യൻ കൺസർവേഷൻ കോൺഫറൻസ് 2025 വേദി എവിടെയാണ്? വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, ഡെറാഡൂൺ. ഇന്ത്യൻ കൺസർവേഷൻ കോൺഫറൻസ് 2025 വേദിയാണ് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, ഡെറാഡൂൺ. അടുത്ത ക്വസ്റ്റ്യൻ, ലഹരിമുക്ത ക്യാമ്പസുകൾക്കായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ അല്ലെങ്കിൽ പദ്ധതിയാണ് ബോധപൂർണിമ. ലഹരിമുക്ത ക്യാമ്പസുകൾക്കായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ അല്ലെങ്കിൽ പദ്ധതിയുടെ പേരാണ് ബോധപൂർണിമ. അടുത്ത ക്വസ്റ്റ്യൻ, ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ 2025
2025 മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രമാണ് അങ്കമ്മൽ. സംവിധാനം ചെയ്തത് ആരാണ്? വിപിൻ രാധാകൃഷ്ണനാണ് സംവിധാനം. അപ്പോൾ ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ 2025 മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രമാണ് അങ്കമ്മൽ. സംവിധാനം വിപിൻ രാധാകൃഷ്ണൻ. മികച്ച സംവിധായികയായി തിരഞ്ഞെടുക്കപ്പെട്ടത് റിമ ദാസിനെയാണ്. വില്ലേജ് റോക്ക് സ്റ്റാർസ് 2 എന്ന് പറയുന്ന സിനിമയുടെ സംവിധായികയായ റിമ ദാസ് ആണ് മികച്ച സംവിധായികയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ 2025 മികച്ച ചിത്രം ചോദിച്ചാൽ ഏതാണ്? അങ്കമ്മൽ. അതിന്റെ സംവിധാനം വിപിൻ രാധാകൃഷ്ണനാണ്. മികച്ച സംവിധായിക ചോദിച്ചാൽ റിമ ദാസ് ആണ്. വില്ലേജ് റോക്ക് സ്റ്റാർസ് 2 എന്ന് പറയുന്ന ചിത്രത്തിലെ സംവിധായികയായ റിമ ദാസ് ആണ് മികച്ച സംവിധായികയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 പാരാ പവർ ലിഫ്റ്റിംഗ് ലോകകപ്പിൽ ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം 5. 1 സ്വർണം, 1 വെള്ളി, 3 വെങ്കലം ഉൾപ്പെടെ 5 സ്വർണമാണ് 2025 പാരാ പവർ ലിഫ്റ്റിംഗ് ലോകകപ്പിൽ ഇന്ത്യ നേടിയ മെഡലുകൾ. അപ്പോൾ 2025 പാരാ പവർ ലിഫ്റ്റിംഗ് ലോകകപ്പിൽ ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 5. 1 സ്വർണം, 1 വെള്ളി, 3 വെങ്കലം ഉൾപ്പെടെ 5 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 നടന്ന പ്രഥമ ഖോ-ഖോ ലോകകപ്പിൽ ഇടം നേടിയ മലയാളിയാണ് ബി നിഖില്. തിരുവനന്തപുരം സ്വദേശിയാണ്. 2025 നടന്ന പ്രഥമ ഖോ-ഖോ ലോകകപ്പിൽ ഇടം നേടിയ മലയാളിയാണ് ബി നിഖില്. സ്വദേശം ചോദിച്ചാൽ ഏതാണ്? തിരുവനന്തപുരം സ്വദേശിയാണ് ബി നിഖില്. അടുത്ത ക്വസ്റ്റ്യൻ, 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ യോഗ പോളിസി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ യോഗ പോളിസി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? ഉത്തരാഖണ്ഡ്. അടുത്ത ക്വസ്റ്റ്യൻ, മാലിന്യം നീക്കാൻ ഹരിത കർമ്മ സേനാംഗങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയ ട്രൈ സൈക്കിൾ ആണ് ഹരിതവാഹിനി. മാലിന്യം നീക്കാൻ ഹരിത കർമ്മ സേനാംഗങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയ ട്രൈ സൈക്കിൾ ആണ് ഹരിതവാഹിനി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസിന്റെ ആദ്യ അസംബ്ലിക്ക് വേദിയാകുന്നത് ന്യൂഡൽഹി. ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസിന്റെ ആദ്യ അസംബ്ലിക്ക് വേദിയാകുന്ന നഗരമാണ് ന്യൂഡൽഹി. അടുത്ത ക്വസ്റ്റ്യൻ, ഇക്കണോമിക്സ് ഇന്റലിജൻസ് യൂണിറ്റ് തയ്യാറാക്കിയ 2025 ഗ്ലോബൽ ലൈവബിലിറ്റി ഇൻഡെക്സിൽ 1ാം സ്ഥാനത്തുള്ള നഗരമാണ് കോപ്പൻഹേഗൻ. ഡെൻമാർക്കിലെ കോപ്പൻഹേഗൻ. ഇക്കണോമിക്സ് ഇന്റലിജൻസ് യൂണിറ്റ് തയ്യാറാക്കിയ 2025 ഗ്ലോബൽ ലൈവബിലിറ്റി ഇൻഡെക്സിൽ 1ാം സ്ഥാനത്തുള്ള നഗരമാണ് കോപ്പൻഹേഗൻ. അടുത്ത ക്വസ്റ്റ്യൻ, ആക്സിയം ഫോർ മിഷൻ വിക്ഷേപിച്ചതെന്നാണ്? 2025 ജൂൺ 25 ആക്സിയം ഫോർ മിഷൻ വിക്ഷേപിച്ചത്. അമേരിക്കയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നും ഫാൽക്കൺ 9 റോക്കറ്റിലാണ് മിഷൻ വിക്ഷേപിച്ചത്. മിഷന്റെ കമാൻഡർ ആരായിരുന്നു? അമേരിക്കയുടെ പെക്കി വിൽസൺ ആയിരുന്നു ആക്സിയം ഫോർ മിഷന്റെ കമാൻഡർ. അതേപോലെ മിഷൻ പൈലറ്റ് ആരായിരുന്നു? ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ലയാണ് ആക്സിയം ഫോർ മിഷന്റെ മിഷൻ പൈലറ്റ്. ഈ ദൗത്യത്തിലൂടെ രാജ്യാന്തര ബഹിരാകാശ നിലയത്തെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായി മാറിയ വ്യക്തിയാണ് ശുഭാംശു ശുക്ല. ശുഭാംശു ശുക്ലയായിരുന്നു ഈ ദൗത്യത്തിന്റെ മിഷൻ പൈലറ്റ്. അതേപോലെ ഫാൽക്കൺ 9 റോക്കറ്റിലാണ് വിക്ഷേപിച്ചത്. റോക്കറ്റിലെ ട്രാഗൺ C-213 എന്ന് പറയുന്ന പേടകത്തിലാണ് യാത്രാ സംഘം യാത്ര ചെയ്തത്. പെക്കി വിൽസൺ ആയിരുന്നു കമാൻഡർ. ശുഭാംശു ശുക്ല രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. അപ്പോൾ ആക്സിയം ഫോർ മിഷൻ വിക്ഷേപിച്ചത് എന്നാണ്? 2025 ജൂൺ 25 ആക്സിയം ഫോർ മിഷൻ വിക്ഷേപിച്ചത്. അമേരിക്കയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നും ഫാൽക്കൺ 9 എന്ന റോക്കറ്റിലാണ് വിക്ഷേപിച്ചത്. യാത്രാ സംഘം പോയ
പേടകം ഡ്രാഗൺ C213 എന്ന് പറയുന്ന പേടകത്തിലാണ് യാത്ര ചെയ്തത്. അതേപോലെ ഇതിന്റെ കമാൻഡർ ചോദിച്ചാൽ പെക്കി വിറ്റ്സണും, മിഷൻ പൈലറ്റായിരുന്നു ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ലയായിരുന്നു മിഷൻ പൈലറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, അടിയന്തരാവസ്ഥ കാല അനുഭവങ്ങൾ ഉൾപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അനുഭവങ്ങളുടെ പുസ്തകമാണ് ദി എമർജൻസി ഡയറീസ് ഇയേഴ്സ് ദാറ്റ് ഫോർജ്ഡ് എ ലീഡർ. അടിയന്തരാവസ്ഥ കാല അനുഭവങ്ങൾ ഉൾപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രചിച്ച പുസ്തകമാണ് ദി എമർജൻസി ഡയറീസ് ഇയേഴ്സ് ദാറ്റ് ഫോർജ്ഡ് എ ലീഡർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസിനുള്ള പുരസ്കാരം ലഭിച്ചത് കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസിനാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസിനുള്ള പുരസ്കാരം ലഭിച്ചത് കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം നടത്തിയ 2020-2025 ദേശീയോദ്യാനങ്ങളുടെയും സംരക്ഷിത പ്രദേശങ്ങളുടെ മാനേജ്മെന്റ് ഫലപ്രാപ്തിയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് കേരളം. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഒന്നാമതെത്തിയത് ചണ്ഡീഗഡാണ്. കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം നടത്തിയ 2020-2025 ദേശീയോദ്യാനങ്ങളുടെയും സംരക്ഷിത പ്രദേശങ്ങളുടെയും മാനേജ്മെന്റ് ഫലപ്രാപ്തിയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? കേരളം. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഒന്നാമതെത്തിയത് ചണ്ഡീഗഡാണ്. അതേപോലെ സംരക്ഷിത പ്രദേശങ്ങളുടെ ലിസ്റ്റിൽ ഉയർന്ന സ്കോർ നേടിയത് കേരളത്തിലെ ഇരവികുളം ദേശീയോദ്യാനവും ജമ്മു കാശ്മീരിലെ ഡച്ചിങ്കാ ദേശീയോദ്യാനവുമാണ്. അപ്പോൾ കേരളമാണ് ഇതിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഒന്നാം സ്ഥാനം ചോദിച്ചാൽ ഏതാണ്? ചണ്ഡീഗഡിനാണ് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഒന്നാം സ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന്റെ വേദി രാജസ്ഥാൻ. 2025 ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന്റെ വേദി എവിടെയാണ്? രാജസ്ഥാൻ. അടുത്ത ക്വസ്റ്റ്യൻ, വികസിത ഭാരത് അറ്റ് 2047 കീഴിൽ കൗമാരക്കാരായ പെൺകുട്ടികൾക്കായി സർക്കാർ തുടക്കം കുറിച്ച നൈപുണ്യ സംരംഭമാണ് നവ്യ. വികസിത ഭാരത് അറ്റ് 2047 കീഴിൽ കൗമാരക്കാരായ പെൺകുട്ടികൾക്കായി സർക്കാർ തുടക്കം കുറിച്ച നൈപുണ്യ സംരംഭമാണ് നവ്യ. നർച്ചറിംഗ് ആസ്പിറേഷൻസ് ത്രൂ വൊക്കേഷണൽ ട്രെയിനിങ് ഫോർ യങ് അഡോളസെന്റ് ഗേൾസ് എന്നാണ് ഇതിന്റെ പൂർണ്ണരൂപം. നർച്ചറിംഗ് ആസ്പിറേഷൻസ് ത്രൂ വൊക്കേഷണൽ ട്രെയിനിങ് ഫോർ യങ് അഡോളസെന്റ് ഗേൾസ്. Nurturing aspiration through vocational training for young adolescent girls. എന്താണ് നവ്യ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് വെച്ചാൽ 16 മുതൽ 18 വരെ പ്രായമുള്ള കൗമാരക്കാരായ പെൺകുട്ടികളെ പാരമ്പര്യേതരവും പുതിയതുമായ തൊഴിൽ മേഖലകളിൽ തൊഴിൽ പരിശീലനം നൽകി സജ്ജരാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ വികസിത ഭാരത് അറ്റ് 2047 കീഴിൽ കൗമാരക്കാരായ പെൺകുട്ടികൾക്കായിട്ട് സർക്കാർ തുടക്കം കുറിച്ച നൈപുണ്യ സംരംഭത്തിന്റെ പേരാണ് നവ്യ. ഫുൾ ഫോം എന്താണ്? നർച്ചറിംഗ് ആസ്പിറേഷൻസ് ത്രൂ വൊക്കേഷണൽ ട്രെയിനിങ് ഫോർ യങ് അഡോളസെന്റ് ഗേൾസ് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ഹരിയാന. റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ഹരിയാന. അടുത്ത ക്വസ്റ്റ്യൻ, സർക്കാർ സംവിധാനങ്ങളുടെ പാലിയേറ്റീവ് പരിചരണം ഉറപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമായി മാറുന്നത് കേരളം. സർക്കാർ സംവിധാനങ്ങളുടെ പാലിയേറ്റീവ് പരിചരണം ഉറപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമായി മാറുന്ന സംസ്ഥാനമാണ് കേരളം. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ കഞ്ചൂറിയ ത്രിപുരാൻസിസ്, കഞ്ചൂറിയ പ്രിയസന്ദരി എന്നീ മണ്ണിരകളെ കണ്ടെത്തിയ സംസ്ഥാനമാണ് ത്രിപുര. അപ്പൊ അടുത്തിടെ കഞ്ചൂറിയ ത്രിപുരാൻസിസ്, കഞ്ചൂറിയ പ്രിയസന്ദരി എന്നീ മണ്ണിരകളെ കണ്ടെത്തിയ സംസ്ഥാനം ചോദിച്ചാൽ ത്രിപുരയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യത്തെ ദിവ്യാംഗർക്കും വയോജനങ്ങൾക്കും സൗകര്യങ്ങൾ പ്രാപ്യമാക്കാൻ പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ
കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ സംരംഭമാണ് സുഗമ്യ ഭാരത് ആപ്പ്. രാജ്യത്തെ ദിവ്യാംഗർക്കും വയോജനങ്ങൾക്കും സൗകര്യങ്ങൾ പ്രാപ്യമാക്കാൻ പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ സംരംഭമാണ് സുഗമ്യ ഭാരത് ആപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ ഭൂമി പരിപാലനവുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ ലോകത്തിന് പരിചയപ്പെടുത്താൻ റവന്യൂ, സർവേ, ഭൂരേഖ വകുപ്പുകളുടെ നേതൃത്വത്തിൽ നടത്തുന്ന ദേശീയ കോൺക്ലേവിന്റെ പേരാണ് ഭൂമി. കേരളത്തിന്റെ ഭൂമി പരിപാലനവുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ ലോകത്തിന് പരിചയപ്പെടുത്താൻ റവന്യൂ, സർവേ, ഭൂരേഖ വകുപ്പുകളുടെ നേതൃത്വത്തിൽ നടത്തുന്ന ദേശീയ കോൺക്ലേവ് ആണ് ഭൂമി. ഇതിന്റെ വേദി തിരുവനന്തപുരം കോവളത്തിലായിരുന്നു. ഇതിന്റെ വേദി, അപ്പൊ ഭൂമിയുടെ വേദി ചോദിച്ചാൽ എവിടെയാണ്? കോവളം. തിരുവനന്തപുരം കോവളത്തിലായിരുന്നു ഈ ദേശീയ കോൺക്ലേവ് സംഘടിപ്പിച്ചത്. അപ്പോൾ കേരളത്തിന്റെ ഭൂമി പരിപാലനവുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ ലോകത്തിന് പരിചയപ്പെടുത്താൻ റവന്യൂ, സർവേ, ഭൂരേഖ വകുപ്പുകളുടെ നേതൃത്വത്തിൽ നടത്തുന്ന ദേശീയ കോൺക്ലേവ് ആണ് ഭൂമി. ഇതിന്റെ വേദി തിരുവനന്തപുരം കോവളത്തായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, DNA മാറ്റങ്ങൾ മനുഷ്യന്റെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ ഗൂഗിൾ ഡീപ് മൈൻഡ് അവതരിപ്പിച്ച AI മോഡലാണ് ആൽഫജനോ. DNA മാറ്റങ്ങൾ മനുഷ്യന്റെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ ഗൂഗിൾ ഡീപ് മൈൻഡ് അവതരിപ്പിച്ച AI മോഡലാണ് ആൽഫജനോ. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത ജില്ലയായിട്ട് മാറിയത് കോട്ടയം. MP രാജേഷാണ് പ്രഖ്യാപനം നടത്തിയത്. അപ്പോൾ സംസ്ഥാനത്തെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത ജില്ലയായിട്ട് പ്രഖ്യാപിച്ചത് കോട്ടയമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ഗ്ലോബൽ പീസ് ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 115. 2025 ഗ്ലോബൽ പീസ് ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 115. ഒന്നാം സ്ഥാനം ഐസ്ലാൻഡിനാണ്. ഒന്നാം സ്ഥാനം. അപ്പോൾ 2025 ഗ്ലോബൽ പീസ് ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 115. ഒന്നാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഐസ്ലാൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ അരുണാചൽ പ്രദേശിൽ നിന്നും കണ്ടെത്തിയ പുതിയ പൂച്ചെടിയാണ് ബെഗോണിയ നൈറ്റ്സിയോറം. അപ്പൊ അടുത്തിടെ അരുണാചൽ പ്രദേശിൽ നിന്നും കണ്ടെത്തിയ പുതിയ പൂച്ചെടിയാണ് ബെഗോണിയ നൈറ്റ്സിയോറം. ബെഗോണിയ നൈറ്റ്സിയോറോ എന്ന് പറയുന്ന പൂച്ചെടി കണ്ടെത്തിയ സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? അരുണാചൽ പ്രദേശാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ കാലാവസ്ഥാ വ്യതിയാന നിരീക്ഷണ ഉപഗ്രഹമായ ഗോസാറ്റ് GW വിക്ഷേപിച്ച രാജ്യമാണ് ജപ്പാൻ. അടുത്തിടെ കാലാവസ്ഥാ വ്യതിയാന നിരീക്ഷണ ഉപഗ്രഹമായ ഗോസാറ്റ് GW വിക്ഷേപിച്ച രാജ്യമാണ് ജപ്പാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എൽബ്രസ് കീഴടക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് തേഗ്ബീർ സിംഗ്. യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എൽബ്രസ് കീഴടക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായി മാറിയതാരാണ്? തേഗ്ബീർ സിംഗ് ആണ്. പഞ്ചാബ് സ്വദേശിയാണ്. അപ്പോൾ യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എൽബ്രസ് കീഴടക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് തേഗ്ബീർ സിംഗ്. പഞ്ചാബ് സ്വദേശിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ എല്ലാ ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് സ്മൃതി മന്ദാന. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ എല്ലാ ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയായി മാറിയ വ്യക്തിയാണ് സ്മൃതി മന്ദാന. അടുത്ത ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ജൂനിയർ റോൾ ബോൾ വേൾഡ് കപ്പ് ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളിയാണ് ഗൗരവ് ഉണ്ണികൃഷ്ണൻ. ഫസ്റ്റ് ജൂനിയർ റോൾ ബോൾ വേൾഡ് കപ്പ് ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളിയാണ് ഗൗരവ് ഉണ്ണികൃഷ്ണൻ. അതേപോലെ ഫസ്റ്റ് ആദ്യത്തെ ജൂനിയർ റോൾ ബോൾ വേൾഡ് കപ്പില് ജേതാവായത് ഇന്ത്യൻ ടീമാണ്. ആദ്യത്തെ ജൂനിയർ റോൾ ബോൾ വേൾഡ് കപ്പിൽ ജേതാക്കളായത് ആ ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി താരമാണ് ഗൗരവ് ഉണ്ണികൃഷ്ണൻ. അപ്പോൾ ആദ്യത്തെ ജൂനിയർ റോൾ ബോൾ വേൾഡ് കപ്പ് ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി താരം ചോദിച്ചാൽ ആരാണ്? ഗൗരവ് ഉണ്ണികൃഷ്ണനാണ്. ആദ്യത്തെ ജൂനിയർ റോൾ ബോൾ വേൾഡ് കപ്പിൽ
ജേതാക്കളായത് ഇന്ത്യൻ ടീമാണ്. അതിൽ അംഗമായ മലയാളിയാണ് ഗൗരവ് ഉണ്ണികൃഷ്ണൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു.